ഇപ്പൊ ഷൗമിയും പഠിക്കുന്നുണ്ട്, അടുത്തിരിക്കുന്ന യുവാനാണ് ചിരി വരും. അപ്പനാണ് അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നിന്നെ പോലെ പഠിപ്പിച്ചിനൊക്കെ ഇതൊക്കെ പഠിക്കാൻ എളുപ്പമെന്ന് അവൾ മൊത്തത്തിൽ വെറുത്തുമായിരിക്കും. അപ്പനാണ് ഇവളുടെ അവസ്ഥ കണ്ടിട്ട് അവനും പറയും, ഷൗമി പഠിക്കുന്നത് ഒരു ടാലന്റാ, പക്ഷെ ഇങ്ങനെ കൈയും കൊണ്ട് കാണിച്ചൊന്നും നിന്റെ തലയെ കയറത്തില്ല. നീ വേണൊരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് ക്ലാസ്സിന് ശേഷം ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം, അത് മതിയോ എന്നിന് ഇവനും പറഞ്ഞ ഉടനെ അവളെ സന്തോഷത്തിൽ ഓക്കെ പറയും. അപ്പനാണ് ഇവരുണ്ട് സംസാരിക്കുന്ന രൂക്ഷയാണ് അവിടെ നിന്ന് കേട്ടോണ്ട് ഇവർ തമ്മിൽ എന്തുമായിരുന്നു സംസാരിച്ചെന്ന് പറഞ്ഞ് അവൻ വേറൊരുത്തിനോട് ചെന്ന് ചോദിക്കും. അപ്പനാണ് അവനും ഷൗമി ലക്കിയാന്ന് പറഞ്ഞിട്ട് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് യുവാൻ അവളെ പഠിപ്പിക്കാൻ വന്ന കാര്യമൊക്കെ പറയും. അങ്ങനെ ഇത് അവന് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ലീയും ജിന്നും ബാക്കി എല്ലാരും കൂടെ ഇവര് സംസാരിക്കുന്നത് അങ്ങ് ഒളിഞ്ഞു നിൽക്കും. അതോടെ ബാക്കി എല്ലാരും വിളിച്ചോണ്ട് അന്ന് വൈകിട്ട് യുവാനും ഷൗമിയും കൂടെ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് ഇത് കണ്ട് രൂക്ഷി മൊത്തം ഷോക്കായി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സത്യം അറിഞ്ഞെന്ന് പറഞ്ഞ് അവൻ എല്ലാരും വിളിച്ചോണ്ട് അവരെ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് യുവാനാണ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഇവിടെ അങ്ങ് ആരും വരത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൾ ആ പ്ലേസ് കണ്ട് ഷോക്കായിട്ട്, ഓ ലീഡർ, നീ ഇങ്ങനെ ഇത്ര സീക്രട്ട് ആയിട്ട് പ്ലേസ് കണ്ടുപിടിച്ച ഏതിന് ഇവള് വയ്ക്കും. അപ്പോഴാണ് അവനും പറയുന്നത്, ഇതിനു മുമ്പ് രൂക്ഷിക്ക് പണിഷ്മെന്റ് കിട്ടിയപ്പോ അവൻ ഇങ്ങോട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോഴാ ഇവന്മാർ രണ്ടുപേരും കൂടെ ഈ സീക്രട്ട് പ്ലേസ് കണ്ടെത്തിയ. പക്ഷെ ഈ ക്ലാസ് ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവന്മാരത് ക്ലീൻ ചെയ്ത് അവന്മാരുടെ സീക്രട്ട് പ്ലേസ് ആക്കി. അത് കേട്ട് അവള് സന്തോഷത്തി എങ്കിൽ പിന്നെ ഇവിടെ സമാധാനത്തിൽ പഠിക്കാന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഇരിക്കാൻ പോകുമ്പോൾ രൂക്ഷിയാനെ സൂ എന്ന് പറഞ്ഞ അകത്തേക്ക് ഇങ്ങനെ കയറി വരും. അങ്ങനെ ഇവന്റെ കൂടെ ബാക്കി എല്ലാരും കണ്ട ഉടനെ ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് അവരുടെ ഒരു കൺഫ്യൂസ് ആയിരിക്കും. അവരാണ് യുവാന്റെ കൂട്ടുകാരിയും, നീ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എന്തിനാണ് എന്നോടൊന്നും പറയാത്തതെന്ന് അവള് കുറച്ച് ജലസായിരിക്കും. കാരണം ഇവൾക്ക് യുവാനോട് ക്രഷ് ഉണ്ട്. അതിനേശ് യുവാനാണ് രൂക്ഷിയെ കണ്ടിട്ട്, ക്ലാസ്സിൽ മൂന്നാമത് വരുന്ന നീ എന്തിനാടാ എന്റെ ക്ലാസ്സിൽ നിന്ന് ഇരിക്കുന്നതെന്ന് അവൻ കറക്റ്റ് പോയിന്റ് എടുത്ത് പറയും. അതോടെ അവനാണ് എനിക്ക് തേർഡ് അല്ല ഫസ്റ്റ് വരണം എന്ന് പറഞ്ഞിട്ട് അവൻ യുവാന്റെ അടുത്തേക്ക് ചെല്ലും. പിള്ളേരെ നിങ്ങളൊക്കെ എന്താ പറയുന്നത്, നമുക്ക് യുവാനെ പോലെ ഫസ്റ്റ് വാങ്ങിക്കണ്ടേ ഏതിന് അവരെല്ലാരും കൂടെ ഇവന്റെ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോഴാണ് അവൻ എന്തായാലും ഷൗമിയെ പഠിപ്പിക്കുന്ന സ്ഥിതിക്ക് ഇവരെല്ലാരും പഠിപ്പിക്കാന്ന് പറയും. അതോടെ ഷൗമിയാണ് സന്തോഷത്തി ഇവന്റെ അടുത്ത് പഠിക്കാൻ കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഇവനൊരു ഫ്യൂച്ചർ സാറാകാന്ന് പറയും. അതിനേശം അവനും ക്ലാസ് എടുക്കുമ്പോഴാണ് എല്ലാരും പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ രൂക്ഷയാണ് ഷൗമിയെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവള് പെടുന്ന ഒരു ഡൗട്ട് ചോദിച്ച ഉടനെ യുവാൻ പറയുന്ന മുമ്പേ തന്നെ രൂക്ഷ അങ്ങ് ചാടി നിൽക്കും. അതിനേശം അവൻ അവളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോഴാണ് അവളാണ് ടെൻഷനായി, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനി ബാക്കി ക്വസ്റ്റ്യനൊക്കെ ഏത് കാലത്ത് വായിക്കാനാന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് രൂക്ഷ അടുത്തേക്ക് വന്നിട്ട് ഞാൻ വേണം എന്റെ ബ്രെയിൻ എടുത്ത് നിനക്കരാന്ന് പറഞ്ഞ് അവളെ ഞാൻ കളിയാക്കും. അപ്പോഴാണ് യുവാനും ഇവൾക്കൊരു ക്വസ്റ്റ്യന്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാനെങ്കിലും നോക്കിയാലേ ഇവൾ ഇമ്പ്രൂവ് ആകത്തുള്ളെന്ന് അവൻ കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അതിനേശം യുവാനും ഇവർക്ക് എല്ലാവരും കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്ത് അവൻ ചെറിയ ടെസ്റ്റ് വയ്ക്കുമ്പോഴാണ് ഷൗമിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അവളെ കുറെ ഇങ്ങനെ വെട്ടിയിട്ടോണ്ടിരിക്കും. ഇത് കണ്ട് യുവാൻ അവളെ പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് അതേസമയം രൂക്ഷി ചാടി എഴുന്നേറ്റ് അവളെ പഠിപ്പിക്കാൻ വേണ്ടി പോകും. അതോടെ യുവാനും കുറച്ച് സങ്കടത്തി അവൻ വേറെ ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി പോകും. പക്ഷെ അതേസമയം ഇത് കാണുന്ന ലിന്നാണ് അവൾ ചെറിയ വിഷമം തോന്നുന്നുണ്ട്. രൂക്ഷി ഷൗമിയോട് ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ അവളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവളാണ് സന്തോഷത്തി നീ പറയുന്നത് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാന്ന് പറഞ്ഞ് അവനെ പൊക്കി പറയും. അതിനേശം അവനും വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവനോട് ചോദിക്കാൻ പറയുമ്പോഴാണ് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവനോട് ചോദിക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ലിന്നാണ് ജലസായി രൂക്ഷയോട് ഡൗട്ട് ചോദിക്കാൻ പോകുമ്പോൾ അതേസമയം ജിൻ അവിടേക്ക് വന്നിട്ട് അളി എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് അവനെ അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്യും. അതോടെ ഇവിടെ ലിൻ ചമ്മിപ്പോയിരിക്കുമ്പോഴാണ് ഷൗമിയാണ് എനിക്ക് ഈ ചോദ്യം അറിയത്തില്ലെന്ന് പറഞ്ഞ് അവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനേശം ഇപ്പൊ മാത്സ് ആർ എക്സാം നടത്തുമ്പോഴാണ് വേറൊരുത്തനാണ് ജിന്നോട് എനിക്ക് ആൻസർ ഒക്കെ ഒരു പേപ്പറിനകത്ത് എഴുത്താളിയാന്ന് പറഞ്ഞ് അവിടുന്ന് സിഗ്നൽ അണിച്ചുകൊണ്ടിരിക്കും. ഇതോടെ ജിന്നാണ് പേടിച്ച് അവൻ കുറെ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട് അവൻ ആൻസർ എഴുതി ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ വെച്ചേക്കും. അതിനേശം സാറ് നോക്കാത്ത സമയം നോക്കി അവൻ അതെടുത്ത് എറിയുമ്പോഴാണ് കറക്റ്റ് ആ സമയത്തായിരിക്കും ലീ ആണ് കൈ വെക്കുന്നത്. അതോടെ ആ പേപ്പർ നേരെ വന്ന് ഷൗമിയുടെ അടുത്തേക്ക് വീഴും. അങ്ങനെ ഈ ശബ്ദം കേട്ട് സാറ് നോക്കുമ്പോഴാണ് ഷൗമിയുടെ ഒരു പേപ്പറിൽ കാണുന്നത്. അതോടെ അപ്പൊ തന്നെ അവളെ പൊക്കിയിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ കോപ്പി അടിക്കുമെന്ന് പറഞ്ഞ് അവളെ വഴക്കുറയും. അതോടെ അവൾ മൊത്തത്തിൽ പേടിച്ചുപോയി ഇത് ഞാനല്ലേ എഴുതിയെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കും. പക്ഷെ അവന്മാരാണ് സാറിനെ പേടിച്ച് ഒരു ഒറ്റ വാക്കോലും മിണ്ടത്തില്ല. ഇതോടെ സാറ് ഇവളെ തെറ്റെന്ന് തീരുമാനിച്ചിട്ട് ഇവളെ ഇനി പരീക്ഷ എഴുതണ്ടെന്ന് പറയും. അതോടെ അവൾ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് പരീക്ഷ കഴിഞ്ഞിട്ട് അവൾ സാറിനെ കണ്ടിട്ട് അവളെല്ലാം കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോഴാണ് ഇത് കേട്ട് സാറും ഇവള് കോപ്പി അടിച്ചില്ലെങ്കിൽ പിന്നെങ്ങനെ ഇവളുടെ എല്ലാ ആൻസറും കറക്റ്റ് ആയും ചോദിക്കും. അതോടെ അവളാണ് സന്തോഷത്തി അപ്പൊ എന്റെ എല്ലാ ആൻസറും കറക്റ്റ് ആണ് സാറെന്ന് പറഞ്ഞ് അവള് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും. അപ്പോഴാണ് സാർ അവള് വഴക്കുറയുന്നത് ഇത് അവൾ കോപ്പി അടിച്ചാണോ എല്ലാ ഉത്തരം എഴുതിയെന്ന്. അതോടെ അവളൊരു പേപ്പർ എടുത്ത് അവിടേക്ക് ഇരുന്നിട്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് എഴുതിയ സാറേന്ന് പറഞ്ഞ് സാറിന്റെ ഫ്രണ്ട് വെച്ച് തന്നെ അതിന്റെ ഉത്തരമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് സാറും എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം എഴുതണ്ട, ഞാൻ തരുന്ന ഒരു ക്വസ്റ്റ്യന് ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് അവൾക്കൊരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും ഈ ചോദ്യത്തിന്
ഉത്തരം എഴുതുവാണ് സാർ എന്നെ വിശ്വസിക്കുമെന്ന് ചോദിക്കും. അപ്പോഴാണ് സാറും ഫസ്റ്റ് നീ ഉത്തരം എഴുതുന്ന പറഞ്ഞ് അവൾക്ക് ആ ചോദ്യം കൊടുക്കും. ഇതേ സമയം ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഷൗമി സത്യത്തിൽ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞ് അവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷൗയാണ് ദേഷ്യത്തി അത് അവൾ എഴുതിയ പേപ്പറല്ല വേറൊരുത്തമാർ ചെയ്ത പണിയാന്ന് പറഞ്ഞ് ജിന്നെ നോക്കി ദേഷ്യപ്പെടും. അതോടെ അവനാണ് മൊത്തത്തിൽ പേടിച്ചുപോയി നീ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് മറ്റൊരു നോക്കി വഴക്ക് പറയും. അപ്പോഴാണ് യുവമാരുണ്ട് സംസാരിക്കുന്ന രൂക്ഷിയാണ് കാണുന്നത്. അതേസമയം ഇവിടെ യുവാനാണ് അവൾ കോപ്പി അടിച്ചിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവൾ എഴുതി ആൻസർ ഷീറ്റ് എടുത്തോണ്ട് സാറിനെ കാണാൻ വേണ്ടി വരും. സാർ ഷൗമി പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം അവൾ സ്വന്തമായിട്ട് ചെയ്തോ ക്യാൻസർ കണ്ടെത്തിക്കുക അതിനുള്ള പ്രൂഫായത് നിങ്ങൾ അവളെ വിശ്വസിക്കുക അവൾ കോപ്പി അടിച്ചില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സാറും അതൊക്കെ മനസ്സിലായെങ്കിലും ആദ്യം ഫസ്റ്റ് അവൾ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടെന്ന് പറയും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് ചെന്നിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോഴാണ് ഇവർക്ക് പരീക്ഷയ്ക്കില്ലാത്ത ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം അത്. ഇതോടെ അവനാണ് ഷോക്കായി. സാറ് മനപ്പൂർ അവൾക്കിട്ട് പണി തരുവാണെന്ന് പറഞ്ഞ് സാറിനോട് വയ്ക്കും. ഇതോടെ സാറാണ് വേണേ അവൾ ആ ഉത്തരം ചെയ്യാൻ ഇവൻ ഐഡിയ ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അതോടെ അവനാണ് ഇത് ഞാൻ പഠിപ്പിച്ച ചോദ്യം പോലെയാന്ന് പറഞ്ഞ് അവൻ അത് ഏത് ചോദ്യമാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അതോടെ അവൾക്കെല്ലാം പിടികിട്ടിയിട്ട് ഈ ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് അവൾക്ക് മനസ്സിലാവത്തെന്ന് പറഞ്ഞ് അവൾ അത് അപ്പം തന്നെ ആൻസർ ചെയ്തും. ഇതോടെ സാറ് സന്തോഷത്തി യുവാൻ നീ പഠിത്തത്തിൽ മാത്രമല്ല നിനക്ക് പഠിപ്പിക്കാനും നല്ലോണം അറിയാം എന്നിന് അവനോട് സന്തോഷപ്പെടും. അപ്പനാണ് യുവാനും ഇത് അവന്റെ കഴിവല്ല ഇവളും നല്ലോണം പഠിക്കുന്നുണ്ട് ചെറുതായിട്ട് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായെന്ന് പറയും. അതോടെ അവൾ സന്തോഷത്തി ഇപ്പോഴെങ്കിലും സാറിനെ വിശ്വസിക്കുന്നുവെന്ന് അവൾ പറയുമ്പോഴാണ് സാറും മോളെ നിന്റെ ആൻസർ ഷീറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ കോപ്പി അടിച്ചല്ലെന്ന്. പക്ഷെ കഴിഞ്ഞ തവണക്കാലം നീ ഇത്രയും പെട്ടെന്ന് അച്ചീവ്മെന്റ് നടത്തിയതുകൊണ്ട് ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചിരുത്തി ഈ ആൻസർ ചെയ്യിപ്പിച്ച എന്നിനെ സാർ അവള് പൊക്കി പറഞ്ഞ ഉടനെ അവൾ മതി സന്തോഷത്തിലാകും. അപ്പോഴാണ് അവിടേക്ക് രൂക്ഷി ആ കോപ്പി അടിച്ചവന്മാരെ വിളിച്ചോണ്ട് വരുന്നത്. സാറേ ഇവന്മാർക്ക് നിങ്ങളോട് സോറി പറയണമെന്ന്. ഏതിന് അവന്മാരെ കൊണ്ട് സത്യം പറയിപ്പിക്കുമ്പോഴാണ് ഇവന്മാരാണ് ആ പണി ചെയ്യുന്ന അവൾ ദേഷ്യപ്പെടും. അങ്ങനെ അതിനുശേഷം ലിന്നാണ് സാർ ഇവളെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ കുറെ വിഷമിക്കുമ്പം ഷൗമിയാണ് അന്ന് കുഴപ്പമില്ലെന്ന് പറയും. കാരണം ഹീറോയെ പോലെ ഒരു തെറ്റ് നടന്നപ്പോ നമ്മുടെ യുവാൻ അവിടേക്ക് വന്നെന്ന് അവൾ അവനെ കുറിച്ച് പൊക്കി പറയുമ്പോഴാണ് രൂക്ഷാണ് ഇത് കേട്ടിട്ട് അപ്പൊ ഞാൻ ഹീറോയെ പോലെയല്ലേ വന്നെന്ന് പറഞ്ഞ് അവളോട് തർക്കിക്കും. ഇതോടെ അവളാണ് നീയും ഹീറോയെ പോലെ ആ ക്രിമിനൽസിനെ പിടിച്ചോണ്ടോന്നേന്ന് അവനും താങ്ക്സ് പറയും. അപ്പോഴാണ് അവനും എനിക്ക് താങ്ക്സ് വരെ കഴിക്കാൻ ഫുഡൊക്കെ വേണമെന്ന് പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് യുവാനാണ് അവനെ തടഞ്ഞിട്ട് ആദ്യം ഇപ്പൊ ക്ലാസ്സിലേക്ക് പോകാന്ന് അവരെ വിളിക്കും. ഇതേ സമയം അവിടേക്ക് വന്ന് ജിന്നാണ് ഞാൻ ഈ തവണ ചെയ്ത് വലിയ തെറ്റാന്ന് പറഞ്ഞ് അവളോട് സോറി പറയും. ഇത് കേട്ട് ഷൗമിയാണ് ഈ തവണ എന്തായാലും ഇവർ ചലഞ്ച് തോറ്റോ എന്ന് പറയും. അതോടെ അവനാണ് ഷോക്കായി. പരീക്ഷയുടെ റിസൾട്ട് ആയത് എങ്ങനെയാ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പരീക്ഷയുടെ റിസൾട്ട് എന്നാലും ഇവന്മാര് കോപ്പി അടിച്ചല്ലേ പാസ്സാകാൻ പോന്നെന്ന് പറഞ്ഞ് അവൾ അതുകൊണ്ട് ഇവർ ഹോസ്റ്റലുകാർ ജയിച്ചെന്ന് പറയും. അതോടെ അവനാണ് സമ്മതിച്ചിട്ട് നിങ്ങൾ ഹോസ്റ്റൽ ആൾക്കാരെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് ആ വീണ്ടും സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ ക്ലാസ് ടീച്ചറും വന്നിട്ട് ഈ തവണ നടന്ന എക്സാമിന് നമ്മുടെ ക്ലാസ് നല്ല മാർക്ക് വാങ്ങിച്ചേക്കുന്നതെന്ന് അവരെല്ലാം പൊക്കി പറയും. ഇതോടെ അവരെല്ലാം സന്തോഷപ്പെടുമ്പോഴാണ് അതിൽ പ്രധാനമായിട്ട് ഷൗമി നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അവളെ മോട്ടിവേറ്റ് ചെയ്യും. അതോടെ പിള്ളേരെല്ലാം കൂടെ കൺഗ്രാജുലേഷൻ പറയുമ്പോഴാണ് ടീച്ചറാണ് നാളെ തൊട്ട് ഇവർക്ക് ഫസ്റ്റ് ഇയറിന് മാത്രം ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കാൻ പോകുന്ന പറയും. ഇതോടെ അവന്മാരെല്ലാരും കൂടെ ഹാപ്പി ആകുമ്പോൾ ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഗ്രേസ് മാർക്കും കിട്ടും പറയും. അതുകൊണ്ട് സ്പോർട്സിന് ലീഡറായി ജിന്നനെ വിളിച്ചിട്ട് ആദ്യം ടീമിനെ ഒപ്പിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവർക്ക് ചിയർ ലീഡറായിട്ട് ഷൗവിനെ വിളിച്ചിട്ട് അവരെ ചിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഒപ്പിക്കാൻ പറയും. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെല്ലാം ബാസ്കറ്റ്ബോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഇവരെല്ലാം കൂടെ ക്ലാസ് 1 വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ചിയർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കൂടെ ഷൗമിയെ കണ്ടിട്ട് ഇതെന്തൊരു മുടി എന്ന് പറഞ്ഞ് അവരെ കളിയാക്കും. അതോടെ അവളും കുറച്ച് അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് ഇവളെ കളിയാക്കി നടന്ന് മറ്റേ പഴയ സ്കൂളിലെ പെൺകുട്ടിയും അവരുടെ ക്ലാസ്സിൽ തന്നെ കാണും. അങ്ങനെ അവൾ മുടിയൊക്കെ കാണിച്ച് ഷോ കാണിക്കുമ്പോൾ എന്റെ മുടിക്ക് എന്തോടി കുഴപ്പമെന്ന് പറഞ്ഞ് ഇവൾ ഇവിടുന്ന് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം ലിന്നിത് കണ്ടിട്ട് അവര് പറയുന്നത് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവള് ഷൗയും കൂടെ അവളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഇവന്മാർ മാച്ചിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാർക്ക് ഓപ്പോസിറ്റ് ടീമാണ് അവന്മാരുടെ ടീം കണ്ട് കളിയാന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും. കാരണം ജിന്നാണ് അവൻ പ്രതികാരമെല്ലാം മനസ്സിൽ വെച്ചോണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന ആരെയും തന്നെ അവന്റെ ടീമിൽ ചേർത്ത് കാണത്തില്ല. അതുകൊണ്ട് കളിക്കറിയുന്ന യുവാനിപ്പോ പുറത്തേക്കുക. കൂടാതെ മിക്കുള്ളവന്മാരും ഇതുവരെ ബാസ്കറ്റ്ബോൾ കളിക്കാത്തവന്മാരാ. പക്ഷെ അവന്മാരൊക്കെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് ജിന്ന അവരെ ചൂസ് ചെയ്ത്. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് രൂക്ഷ്യം ജിന്നെ വിളിച്ച് സംസാരിക്കും. എടാ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ലേ യുവാൻ നല്ലോണം കളിക്കോളാ. നീ ഈ കളിക്കറിയാത്തവന്മാര് ഫോർസ് ചെയ്തതിനെ വിളിച്ചോണ്ടെന്ന് നമ്മൾ ഈ മാച്ച് ജയിക്കണോ വേണ്ട. നിനക്ക് യുവാനോട് വെറുപ്പുണ്ടെങ്കിൽ ഞാൻ പോയി ലീയെ വിളിച്ചോണ്ടരാം അവന് നല്ലോണം കളിക്കും. എന്നിട്ട് ഇവനും പോകുമ്പോഴാണ് ജിന്ന അവനെ തടയും. അളിയാ പ്ലീസ് നീ അവരൊന്നും വിളിക്കണ്ട. നീ ആ ഹോസ്റ്റലുകാരെ ടീമിൽ കയറ്റിയ പിന്നെ ആ ഷൗവിയാണ് എന്നെ കളിയാക്കും. നിനക്ക് നല്ലോണം ബാസ്കറ്റ്ബോൾ കളിക്കാൻ അറിയാല്ലേ. ഇവന്മാരെ പൊട്ടിക്കാൻ നമ്മളൊക്കെ മതിയടാ. എന്നിട്ട് അവന്മാർ തമ്മിൽ മത്സരം സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് കളിക്കറിയാത്തതിന്റെ ഒരുത്തിന്റെ പന്ത് പോയതോടെ അവനാണ് എന്റെ പന്ത് വന്ന് അളിയാന്ന് പറഞ്ഞ് രൂക്ഷിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോകും. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി പോകുമ്പോഴാണ് മറ്റേ ക്ലാസ് ആണ് ഇവരെ കണ്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഒരു മാച്ച് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് മറ്റേ ക്ലാസ് ആയിരിക്കും ഗോൾ അടിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ഇവന്മാര് കളിക്കുന്ന കാണാനാണ് വന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ വെറുതെ ഇരിക്കുമ്പം ഷൗയാണ് ഇത് കണ്ടിട്ട് അവരെ പോലെ നമ്മൾ വെറുതെ നിൽക്കില്ലെന്ന് പറഞ്ഞ് അവരുടെ ക്ലാസ്സിനെ ചിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ രൂക്ഷിയും ജിന്നെ കൊണ്ട് മറ്റേ ക്ലാസ്സിനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ഗോളും അവന്മാരടിച്ചിട്ട് അവന്മാരായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഇത് കണ്ട് ഇവരെല്ലാം ഷോക്ക് അടിച്ചിരിക്കുമ്പോഴാണ് മറ്റേ ക്ലാസ്സിലുള്ളവന്മാരൊക്കെ ഈ രൂക്ഷി വലിയ പ്ലെയറാന്ന് പറഞ്ഞിട്ട് ഇവന്മാരെന്താ ഇപ്പൊ തോറ്റുവെന്ന് ചോദിക്കും. അപ്പോഴാണ് വേറൊരുത്തിനും രൂക്ഷി മാത്രം ഉണ്ടായ പോരാ
പോരാ ടീമിലുള്ള എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം യുവാനും ലിയും കൂടെ ആ കളിക്കറിയാത്തമാര് വിളിച്ചു വരുത്തി ഇനി തൊട്ട് അവന്മാർ കളിക്കാന്ന് പറയുമ്പോഴാണ് അവന്മാരാണ് ഒന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ലീ അടുത്തേക്ക് ചെന്നിട്ട് എടാ കുരങ്ങ പെട്ടെന്ന് ഡ്രസ്സ് ഊരിത്തോടാ, ഞാൻ എപ്പോഴും നിനക്ക് എന്റെ പാല് എടുത്തില്ല എന്നിന് അവന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൗയാണ് ദേശത്തി നിനക്കൊക്കെ കളിക്കറിയാം അവിടെ ജിന്നെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയും. ഇതോടെ പന്ത് നേരെ അവനെ നോക്കി വരുമ്പോഴാണ് അവൻ മിസ് ചെയ്തോടെ ജൂഷ ചാടി തടയാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന് കാലിരിച്ച് തറയെ വീഴുന്നത്. ഇതോടെ അവെല്ലാം പേടിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഷൗമിയാണ് അവന്റെ മുറിവിന് ഓയിൽമെന്റ് അപ്ലൈ ചെയ്തോണ്ടിരിക്കും. ഇതോടെ മറ്റവന്മാരെല്ലാരും കൂടെ യുവമാരിങ്ങനെ കളിക്കുവാണ് നമ്മൾ തോറ്റുവെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ തമ്മിൽ മൊത്തത്തിൽ തർക്കമാകും. ഇതോടെ ഷൗമിയാണ് ദേശത്തി ഒരുത്തിന്റെ കാല് മുറിഞ്ഞിട്ട് നിങ്ങൾക്ക് തർക്കിക്കണമെന്ന് പറഞ്ഞ് അവൾ വഴക്കറിയുമ്പം യുവാനാണ് ബാക്കിയെല്ലാവരും സമാനപ്പെടുത്തി നമ്മൾ വഴക്കുണ്ടാക്കുന്നുണ്ട് ജയിക്കാൻ പോകുന്നില്ലെന്ന് അവെല്ലാം സമാനപ്പെടാൻ പറയും. അതിനുശേഷം PT സാറും രൂക്ഷി പകരം റീപ്ലേസ്മെന്റ് ചെയ്യണം ചോദിക്കുമ്പോൾ അവനാണ് കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതുകൊണ്ട് ഷൗമിയാണ് നീ ആദ്യം ഡോക്ടറെ കാണുന്ന പറഞ്ഞ് അവനോട് പറയുമ്പോൾ ഇത് കണ്ട് യുവാനാണ് ഈ മുറിവൊന്നും അവനെ ഒന്നുമല്ലെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം യുവാനും ലീയും കൂടെ ടീമിൽ ജോയിൻ ആയി ഇവർ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ യുവമാർ കയറി അടുത്ത സെക്കൻഡ് തന്നെ യുവാൻ ഗോൾ അടിക്കുമ്പോഴാണ് ആ ഇരുന്നവന്മാരെല്ലാരും കൂടെ സന്തോഷത്തി ആ മത്സരം കാണാൻ വേണ്ടി വന്ന് നിൽക്കും. അങ്ങനെ അതിനുശേഷം പിന്നെ ഇവന്മാർ ഫുള്ളും ഗോളായിരിക്കും. അങ്ങനെ ഇവർ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചോടെ ലിന്നാണ് രൂഷിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കും. പക്ഷെ അവൻ വാങ്ങിക്കുന്ന ഷൗമിയുടെ അടുത്തിരുന്ന അതോടെ അവൾ അപ്സെറ്റായി വേറെ അടുത്തിന് വെള്ളം കൊടുക്കുമ്പോഴാണ് അവിടേക്ക് വന്ന് ലീയാണ് നീ എന്തോ കളിച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിനക്ക് വെള്ളം പറഞ്ഞ് അവനത് എടുത്തോണ്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവർ അവസാനത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 2 ക്ലാസ് തമ്മിൽ മത്സരിക്കുമ്പോഴാണ് അവസാനം ക്ലാസ് 1 അവരുടെ കൂടെ ടൈ ആയി നിൽക്കും. എന്നിട്ട് വെറും 10 സെക്കൻഡും കൂടെ ഉള്ളു. അപ്പോഴാണ് പന്ത് ലീഡ് എടുത്ത് കിട്ടിയ ഉടനെ അവൻ നേരെ റൂഷിക്ക് എറിഞ്ഞു കൊടുക്കും. അതോടെ അവസാനത്തെ സെക്കൻഡ് റൂക്ഷി ഗോൾ അടിച്ച് ഇവന്മാരങ്ങ് വിജയിക്കും. അതോടെ മൊത്ത ക്ലാസ് ഹാപ്പി ആകുമ്പോഴാണ് രൂക്ഷയാണ് സന്തോഷത്തിൽ ഷൗമിയെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനെ കണ്ട് അവള് മൊത്തം ഷൈയാകുമ്പം അവിടെ നിന്ന് ബാക്കി ഗേൾസ് ഒക്കെ രൂക്ഷയെ കാണാൻ ഹാൻസം ആണെന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഇങ്ങനെ പോകും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അപ്പൊ ഇവരെ നോക്കിയാണ് അവൻ ചിരിച്ചെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും തിരിഞ്ഞ് അവളെ നോക്കുമ്പോഴാണ് അവളാണ് അവിടെ അങ്ങ് കാണത്തില്ല. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.